പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CSIR നാഷണൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ ജൂനിയർ സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് 1/4/2025 ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 30/4/2025 ആണ്. അവിടെ ടോട്ടൽ വേക്കൻസി വിളിച്ചിരിക്കുന്നത് 33 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജനറലിലേക്ക് 14 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ 7 വേക്കൻസി ജനറൽ കാറ്റഗറിക്ക്, SCക്ക് 1, STക്ക് 1, OBC 4, EWS 1. ഇനി ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യുന്ന ഏജ് ലിമിറ്റ്. പേ ലെവൽ നോക്കുകയാണെങ്കിൽ 19,000 അപ് ടു 63,000 ആണ് സാലറി സ്റ്റാർട്ടിങ്. ഇനി 7th ആണ് പേ ലെവല്. അതേപോലെ തന്നെ നാഗ്പൂർ ആണ് നിങ്ങൾക്ക് ജോബ് കിട്ടുന്നതെങ്കിൽ 36,493 ആയിരിക്കും നിങ്ങൾ ടോട്ടൽ കിട്ടുന്ന എമൗണ്ട്. അതോടൊപ്പം തന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 അല്ലെങ്കിൽ തത്തുല്യമായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ടെന്ന് പറയുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ 5 സോണിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, അതേപോലെ ഹൈദരാബാദ് എന്നിവയിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കുന്നത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ആണ്. നമ്പർ ഓഫ് പോസ്റ്റ് 5 ആണ്. അതേപോലെ ജനറൽ കാറ്റഗറി 4, OBC 1, ഏജ് ലിമിറ്റ് 18 മുതൽ 28 വയസ്സ് വരെ. സെയിം സാലറി തന്നെയാണ്, +2 ആണ് യോഗ്യത. ഇനി ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്റ്റോർസ് ആൻഡ് പർച്ചേസ് നോക്കുമ്പോൾ 7 ആണ് ടോട്ടൽ പോസ്റ്റ്. കാറ്റഗറി എടുക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് 5, OBCക്ക് 2, അതിൽ ഏജ് ലിമിറ്റ് 18 മുതൽ 28 വയസ്സ് വരെ. പേ ലെവൽ 19,000 അപ് ടു 63,000, +2 ആണ് യോഗ്യത. നെക്സ്റ്റ് നോക്കുന്നത് ജൂനിയർ സ്റ്റെനോഗ്രാഫർ ആണ്. ജൂനിയർ സ്റ്റെനോഗ്രാഫറിലേക്കാണെങ്കിൽ നമ്പർ ഓഫ് പോസ്റ്റ് 7 ആണ് വിളിച്ചിരിക്കുന്നത്. ജനറൽ കാറ്റഗറിക്ക് 5, OBC 2, 18 മുതൽ 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യും. അതോടൊപ്പം തന്നെ 25,500 മുതൽ 80,000 വരെയാണ് സാലറി എന്ന് പറയുന്നത്. 7th ആണ് പേ ലെവല്. ഇതേപോലെ നാഗ്പൂർ ആണെങ്കിൽ നിങ്ങൾക്ക് 49,623 കിട്ടും. അതുപോലെ +2 ആണ് യോഗ്യത. അതോടൊപ്പം തന്നെ ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം. ഇനി അതേപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട്. ജൂനിയർ സ്റ്റെനോഗ്രാഫർ അതേപോലെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലേക്ക് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതും സെപ്പറേറ്റ് ഫീ അടച്ച് വേണം അപ്ലൈ ചെയ്യണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ഫിനാൻസ്, അക്കൗണ്ട്സ്, സ്റ്റോർസ് ആൻഡ് പർച്ചേസ്, ജനറൽ എന്നീ കേഡറിലേക്ക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ് അല്ലെങ്കിൽ തത്തുല്യമാണ്. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഒരു ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഇനി സെലക്ഷൻ പ്രൊസീജിയർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ടായിരിക്കും. ടൈപ്പിംഗ് ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ 35 വേർഡ്സ് പെർ മിനിറ്റ് ആയിരിക്കും ഇംഗ്ലീഷിനും. ഹിന്ദിക്കാണെങ്കിൽ അത് 30 വേർഡ്സ് പെർ മിനിറ്റ് ആണ് കിട്ടുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി ടൈപ്പിംഗ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഏത് വേണമെങ്കിലും ലാംഗ്വേജ് ചൂസ് ചെയ്യാമെന്നും പറയുന്നുണ്ട്. ഇനി CBT എക്സാമിന് ബേസിസ് ആണെങ്കിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയോ ആണ്, ഓറാണ്. അതേപോലെ തന്നെ +2 ബേസിസിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. 200 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. 2 മണിക്കൂർ 30 മിനിറ്റ് ആണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റിൽ 2 പേപ്പർ എക്സാമാണ് നടക്കുന്നത്. പേപ്പർ 1ഉം അതുപോലെ തന്നെ പേപ്പർ 1ലാണ് 90 മിനിറ്റ് ആണ് ടൈം അലോട്ട് ചെയ്തേക്കുന്നത്. മെന്റൽ എബിലിറ്റി ആണ് പേപ്പർ 1ൽ മെന്റൽ എബിലിറ്റി ആണ്. 100 ക്വസ്റ്റ്യൻസ്, 200 മാർക്ക്. അതേപോലെ തന്നെ ഇവിടെ നെഗറ്റീവ് മാർക്ക് ഇല്ലെന്ന് ഓർത്തിരിക്കുക. പേപ്പർ 1ന് നെഗറ്റീവ് മാർക്ക് ഇല്ല. അതേപോലെ തന്നെ പേപ്പർ 2 എടുക്കുകയാണെങ്കിൽ അത് 60 മിനിറ്റിലുള്ള എക്സാം ആണ്. ജനറൽ അവയർനെസ് അതിന് 50 ക്വസ്റ്റ്യൻ ഉണ്ട്, 150 മാർക്കാണ്. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യനും നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് 50 ക്വസ്റ്റ്യൻസ് 150 മാർക്കിലാണ് വിളിക്കുന്നത്. 50 ക്വസ്റ്റ്യൻസ് 150 മാർക്കാണ്. ഓരോന്നിനും നെഗറ്റീവ് മാർക്കുണ്ട്. ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ വൊക്കാബുലറി, ഗ്രാമർ, സെന്റൻസ് സ്ട്രക്ചർ, സിനോണമി, ആന്റോണമീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനി മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ടൈപ്പിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് നേച്ചർ മാത്രമാണ്. അത് മെറിറ്റ് ലിസ്റ്റിലേക്ക് പരിഗണിക്കുന്നില്ല എന്ന് ഇവർ പറയുന്നുണ്ട്. മെറിറ്റ് ലിസ്റ്റിലേക്ക് പരിഗണിക്കുന്നത് പേപ്പർ ലിസ്റ്റിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നത് പേപ്പർ 2 എക്സാമിന്റെ ബേസിസിലാണ്. പേപ്പർ 1 നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതാണ്, പേപ്പർ 2 നെഗറ്റീവ് മാർക്ക് ഉള്ളതാണ്. സോ അതുകൊണ്ട് ഫൈനൽ മെറിറ്റിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നത് പേപ്പർ 2 എക്സാം ബേസിസിലാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ പേപ്പർ 1ഉം അതുപോലെ തന്നെ ടൈപ്പിംഗ് ടെസ്റ്റും ഒരു ക്വാളിഫയിങ് നേച്ചർ
എക്സാം ആണെന്നും ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് ജൂനിയർ സ്റ്റെനോഗ്രാഫർ എടുക്കുകയാണെങ്കിൽ +2 അതല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ളതാണ് വേണ്ടത്. ഇനി സെലക്ഷൻ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ OMR ബേസ്ഡ് അല്ലെങ്കിൽ CBT ബേസ്ഡ് എക്സാം ആണ്. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി നമുക്ക് ചൂസ് ചെയ്യാൻ ലാംഗ്വേജ്. 200 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. ടൈം അലോട്ട് ചെയ്തേക്കുന്നത് 2 മണിക്കൂറാണെന്ന് ഓർത്തിരിക്കുക. ജനറൽ അവയർനെസ് ഉണ്ട്, അതുപോലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ഉണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻസീവ് ആണ് വരുന്നത്. 0.25 മാർക്കാണ് ഇതിൽ ഓരോ റോങ് ആൻസറും ഡിറ്റക്റ്റ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനിയും ഇതിൻ്റെ ടൈപ്പിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിന് 50 മിനിറ്റ് ആണ്, ഹിന്ദിക്കാണെങ്കിൽ അത് 65 മിനിറ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. നെക്സ്റ്റ് ഏജ് റിലാക്സേഷൻ നോക്കുകയാണെങ്കിൽ SC അതുപോലെ ST കാൻഡിഡേറ്റിന് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും OBC കാൻഡിഡേറ്റിന് 3 വർഷത്തെ ഏജ് റിലാക്സേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീ ജനറൽ കാറ്റഗറിക്ക് 500 രൂപ, അതുപോലെ SC ST PWD വുമൺ എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റിന് ഫീ പേയ്മെൻറ്റ് ഇല്ല. നെക്സ്റ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സൈറ്റ് വഴി ആയിരിക്കണം അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കുക. അതോടൊപ്പം തന്നെ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ വേണം. അത് മാക്സിമം സൈസ് എന്ന് പറയുന്നത് 50 KB അതേപോലെ തന്നെ സിഗ്നേച്ചർ വേണം. സിഗ്നേച്ചറിൻ്റെ മാക്സിമം സൈസ് 50 KB ആയിരിക്കണം. പിന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കണം. ആ ഡോക്യുമെൻറ്റ് 1 MB മാക്സിമം എന്ന് പറയുന്നുണ്ട്. ഇനിയും എന്തൊക്കെ ഡോക്യുമെൻ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ ഡേറ്റ് ഓഫ് പ്രൂഫിന് വേണ്ടി നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ നമ്മുടെ SLC സർട്ടിഫിക്കറ്റോ അപ്ലോഡ് ചെയ്യാം. അതേപോലെ തന്നെ +2 സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതേപോലെ തന്നെ മറ്റ് സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യണം. പിന്നെ നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് SC ST PWD കാൻഡിഡേറ്റ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഏജ് റിലാക്സേഷന് ഫീ പേയ്മെൻ്റ് ഒക്കെ എക്സെപ്റ്റഡ് ആണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇനി താഴോട്ട് വരുമ്പോൾ അനക്ഷർ 1 അതുപോലെ തന്നെ 2 ഇങ്ങനെ കിടക്കുന്നതെല്ലാം നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്. ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണ്ടവർ ഇതിൽ നിന്ന് പ്രിൻ്റ് എടുത്ത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30/4/2025 ആണ്. വേക്കൻസി എന്ന് പറയുന്നത് 33 വേക്കൻസിയാണ്. സോ അപ്ലൈ ചെയ്യുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. താങ്ക് യു.